ഇതെന്താ അറിയാം, ഇതാ ആങ്ങളോട് സ്നേഹമായിട്ട് പെങ്ങള് കൊടുത്തു വിട്ട കുയ്യപ്പം. അടിപൊളി. അല്ല ബേക്കിലെന്നാ കവറല്ല. ഇതാ കൊറേ നേരമായി വിളിക്കുന്നു കുളിക്ക്. അപ്പൊ കുളത്തിലാ തോർത്ത് ടൗസറ് തലക്കേപ്പ് ഇതെല്ലാം ഇട്ടിട്ട് കുളത്തിൽ കുളിക്കാൻ പറഞ്ഞു. ഏത് കുളത്തില്? പാറക്കുള? ഏത് കുളത്തില്? കാർത്തികപ്പള്ളി കുളത്തില്. കുളത്തിലെ വിശേഷങ്ങളായിട്ട് ഇന്നത്തെ ഒരു ബ്ലോഗ് ഉപ്പനെ കാണിക്കരുത്. അപ്പൊ ഗൈസ് ഇതാ ഞങ്ങളിതാ ബുള്ളറ്റ് മെല്ലാണ് കുളത്തിലേക്ക് പോകുന്നത്. അതിന്റെ ഫുൾ വീഡിയോ ഇതാ വരുന്നതായിരിക്കും. പേര് സിറാജ് എന്നാ. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കടകളൊക്കെ ലീവാണ്. ഇതാണ് എടച്ചേരി ജുമാ മസ്ജിദ്, ഞങ്ങളുടെ മഹല്. പോകുന്ന വഴിയായിരുന്നു ഇബ്രാഹിന്റെ വീട്ടിലേക്കാ പോകുന്നത്. ഇബ്രാഹിം വാ, ഇബ്രാഹിം. ഇവിടുന്ന് ഒരാളെ കൂട്ടുണ്ട്. കാത്തിൽ അരമണിക്കൂർ പോയി ഇല്ല. നിങ്ങളെ ആയിക്കോട്ടെ ഇബ്രാഹിന്റെ 2 കമന്റ്. ഇബ്രാഹിം അരമണിക്കൂർ ശേഷം ഇറങ്ങിയ. ഓക്കെ പോട്ടെ പോട്ടെ. അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ചാ കുടിക്കാൻ വേണ്ടി പോകുന്ന കേട്ടാ. വാടാ, ഇതുവരെ ഇറങ്ങിക്കില്ല. നീ ഇറങ്ങുന്നില്ല? നീ ഇപ്പൊ റഫീഖിനെയും കൂട്ടണ റാഷിയും കൂട്ടണം. നിങ്ങൾ ഇറങ്ങുന്നില്ല. ഇബ്രാഹിം അടക്കം വന്ന്, പിന്നെ നിങ്ങൾ വരുന്നില്ല. കാർത്തികപ്പള്ളി വേമ്പാ നോക്കുമ്പോ മൈമ്പായിട്ട് വേണ്ട 2 ആൾക്കാർ. അപ്പൊ ഇവരൊക്കെ കൂട്ടിയിട്ട് വേണം കുളത്തിൽ പോവാൻ. ഇവരെ കുളിക്കാൻ പോകാനുള്ള ലൊക്കേഷൻ ഇവർക്കറിയില്ല. പോകുന്നത് കാർത്തികപ്പള്ളി അങ്ങോട്ടാ. പക്ഷെ ഇവർക്കൊന്നും അറിയില്ല എവിടെയാ അത് ആ കുളം ഉള്ളതെന്നുള്ള. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നു. നോക്കാം ഇറങ്ങുക. റഫീഖ നിങ്ങള് 3 ആൾക്കാരും തീരുമാനിക്കും എവിടെ പോകുന്നില്ല എന്നല്ല. അങ്ങനെ ഞങ്ങളുടെ മേലെ കൂടിയ മനസ്സിലാവണം ഇബ്രാഹിം. ഇത് വീടാണല്ലോ. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ഇതാണ് കനാല്. അതിനെ ചേർന്നിട്ടുള്ള റോഡാണ് ഇത്. ഇത് രസാ വ്യൂ, കനാൽ വ്യൂ. അടുത്തുള്ള റോഡ് പോകാൻ ചാൻസ് വളരെ കൂടുതൽ. ഈ കനാൽ നല്ല ആഴമുണ്ട് ഇല്ലേ? പല മണ്ണൊക്കെ എവിടെ പോയാ മണ്ണൊക്കെ ഇവിടെ സൈഡ് പറമ്പിൽ പോരിട്ടുണ്ട്. മണ്ണ് ഭയങ്കരമാണല്ലോ. കറണ്ട് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കുളിക്കാന്നുള്ള. ഇവിടെ ഇബ്രാഹിന്റെ വണ്ടിയും വെച്ച് പിന്നെ വേറൊരു വണ്ടി വന്ന വണ്ടിയാണിത്. കുളത്തിലേക്ക് പോകുന്ന വഴി. ഇതിന്റെ ഉള്ളിൽ ഒരു കുളം. ഇതാണ് ഞങ്ങൾ ഇന്ന് സ്വിം ചെയ്യാൻ പോകുന്ന കുളം. ഇതെന്ത് കുളം ഇത്? മോശമില്ല, ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നു. കാശിക്ക് പിന്നെ കുറെ എക്സ്പീരിയൻസ് ഉള്ളതാ. കുളിക്കോ ഇവിടെ ഇവിടെ നീന്താൻ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുറെ കുട്ടികളുണ്ട്. അത് കൂടാണ്ട് ഇവിടെ നീന്താൻ മാത്രം വേണ്ടി വരുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊക്കെ വന്നവരാണ്. ഈ മലക്കുത്തം അറിയാം. ഒന്ന് പൂത്തുവാ, ഒന്ന് കാണിച്ചാ ഞാൻ 2 വീഡിയോ എടുക്കട്ടെ. റെഡി 1 2 3. ഓക്കെ. ഓ അടിപൊളി അടിപൊളി. ഇങ്ങനെ ചെയ്താ ആഞ്ഞു. അങ്ങനെ രണ്ടാമത് ഇതാ. എന്റെ പേരെന്തേലും? മുഹമ്മദ്. 1 2 3. ഓക്കെ. വൗ സൂപ്പർ സൂപ്പർ.
ഓക്കെ ഓ ഓക്കെ നീ ഒന്ന് പഠിക്കുന്ന അറിഞ്ഞൂടെ അറിയാ അല്ല കുറച്ചറിയാ അല്ല നീന്ത പഠിപ്പിക്കൊണ്ടോന്നാ നോമി എനിക്ക് ഇത് അറിയാ അബൂത്ത് ഓ നോമി റഫീക്ക് മോനെ നീന്തം പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പില്ല. അതിന് സേഫ്റ്റിയാണ് കേട്ടോ. ബോട്ടിൽ കൊണ്ട് ആധുനികമായിട്ട് നിർമ്മിച്ച രണ്ട് അയ്യോ ചാടല്ല കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. റാഷി നമ്മളോട് വന്ന ആൾക്കാരല്ല ഇതാ വെള്ളത്തിൽ തുള്ളിക്കണം കേട്ടാ. റഫീഖ്, ഇബ്രാഹിം, ഇതാ ഒരാളെ തുള്ളാൻ നിൽക്കുന്നുണ്ട്. വാവ് ഇയാള് ഇറങ്ങാൻ നിൽക്കണ്ട കേട്ടോ. റാഷി റാഷി കുറച്ച് നീന്തേ പൊട്ടിയാ. റഫീഖ്, അബ്ബാസ്, ഇബ്രാഹിം മൂന്നാള് അവിടത്തേക്ക് മത്സരം, നീന്തൽ മത്സരം. കറക്റ്റ് ആയിട്ട് കാണാം. റെഡി 1 2 3. ഭാഷയേറിയ മത്സരം. ഭാഷയേറിയ മത്സരത്തിൽ ഇതാ റഫീഖ് ഫസ്റ്റ് ആയിരിക്കുന്നു, അബ്ബാസ് സെക്കൻഡ്, ഇബ്രാഹിം തേർഡ്. ഓക്കെ റിട്ടേൺ അഗൈൻ. One more. അപ്പൊ ഇവിടെ വേറൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. സെക്കൻഡ് റൗണ്ട് ജമ്പിങ്. ഇബ്രാഹിം ഇങ്ങനെ റഫീഖും അബ്ബാസും കൂടി വിളിക്കുന്നുണ്ട്. ഒന്നുകൂടി നീന്തൽ മത്സരം നടത്തുമെന്ന് പറഞ്ഞു. ഇബ്രാഹിം ഒന്നുകൂടി അഗൈൻ വൺ മോർ. ഇബ്രാഹിം കുറച്ച് റിലാക്സ് ചെയ്യട്ടെ, എന്നാലും അവർക്ക് സ്റ്റാമിന കിട്ടുള്ളൂ. കാരണം അവിടെ നിങ്ങൾ വന്നല്ല. റെഡി 1 2 3. ഇതെന്താ റഫീഖിനെ അങ്ങനെ പറ്റിച്ച് ഇവർ രണ്ടുപേരും. റഫീഖിനെ പറ്റിച്ച് നീ അബ്ബാസും ഇബ്രാഹിം. റെഡി 1 2 3. അബ്ബാസ് പറ്റിച്ചു. ആശിയും ഇബ്രാഹിം. ചില സമയത്ത് ഇപ്പം പറഞ്ഞ കാലാവസ്ഥ അങ്ങനല്ല. പോയിക്കൂടെ നമ്മൾ ആളില്ല. റെഡി 1 2 3 പറഞ്ഞോ. അടിയെന്നാ പറഞ്ഞേ. അങ്ങനെ ഞങ്ങളിതാ ഏകദേശം 1.5 മണിക്കൂറായി ഇതിൽ നിന്ന് കളിക്കുന്നു. ഇവിടെ ഈ വീഡിയോ ഫുൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയമായി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ഓക്കെ അല്ലേ, എല്ലാരും ഹാപ്പിയായി. റാഷി ഓക്കെ അല്ലേ? അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.